ഖുർആൻ പരമ്പരയിൽ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 76 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അവിടെ മുഹമ്മദ് മദീനയിലെത്തിയതിന് ശേഷം മക്കക്കാരെ ഉപരോധിക്കുകയും അവരുടെ ഭക്ഷണം മുടക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിൽ ഈ ക്രൂരത ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അബൂ സുഫിയാനും കൂട്ടരും മുഹമ്മദിനോട് സഹായം തേടിയെന്നും ആ സമയത്ത് അവരെ ആട്ടിയോടിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെയാണ് സന്ദർഭം വിവരിക്കുന്ന തഫ്സീറുകളിൽ നമ്മൾ കണ്ടത്. ഇനി 77-ാമത്തെ വാക്യം, അങ്ങനെ കഠിനമായ ശിക്ഷയുടെ ഒരു കവാടം നാം അവർക്ക് തുറന്നു കൊടുത്തപ്പോൾ അന്നേരം അവരതാ അതിൽ നിരാശരായി പോകുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷയായിരുന്നു മുഹമ്മദ് ഏർപ്പെടുത്തിയ ഈ കൊള്ളയും ഉപരോധവും അക്രമവും ഒക്കെ എന്ന മട്ടിലാണ് ഇവിടെ പറയുന്നത്. ആ ശിക്ഷ വന്നപ്പോൾ അവർ നിരാശരായി എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കുകയോ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവർ നിരാശരായി പോയി എന്നാണ്. മുഹമ്മദ് അക്രമം നടത്തി മുഹമ്മദ് മദീനയിൽ ചെന്ന് ഇവരെ കൊള്ളയടിക്കുകയും അവരുടെ ഭക്ഷണം വരെ ഉപരോധിക്കുകയും ചെയ്ത സമയത്ത് അവർക്ക് നിരാശ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു അവരെ ചീത്ത പറയാണ്. എത്ര ഉളുപ്പില്ലായ്മയാണ് അള്ളാഹു ഇവിടെ അവതരിപ്പിക്കുന്നതെന്ന് നോക്കൂ നിങ്ങൾ. അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മക്കയിൽ ഒന്നും ചെയ്തിട്ടുമില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയൊന്നും ഇറങ്ങിയിട്ടുമില്ല. പക്ഷേ അള്ളാഹു 13 കൊല്ലം അവരെ ശിക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ശിക്ഷിച്ചത് അള്ളാഹു എല്ലാം മുഹമ്മദായിരുന്നു. അങ്ങനെ മുഹമ്മദ് ശിക്ഷിച്ചപ്പോൾ അവർ നിരാശരായി എന്നും പറഞ്ഞിട്ട് അള്ളാഹു അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന വൃത്തികെട്ട കോമഡിയാണ് ഇവിടെ കാണുന്നത്. 78, അവനാണ് നിങ്ങൾക്ക് കാതുകളും കണ്ണുകളും ഹൃദയങ്ങളും സൃഷ്ടിച്ചു തന്നത്. നിങ്ങൾ അല്പം മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ. ഇത് ഒരു സ്രഷ്ടാവ് ഇങ്ങനെ നിരന്തരം ഞാൻ സൃഷ്ടിച്ചതൊക്കെ വെറുതെ അയ്യേ, ഞാൻ സൃഷ്ടിച്ചതുകൊണ്ട് ഒരു ഫലം ഉണ്ടായില്ലേ, ഞാൻ സൃഷ്ടിച്ചത് മഹാ അബദ്ധമായേ എന്ന് പയ്യരം പറയുന്നത് എത്ര പരിഹാസ്യമാണ്. നമ്മൾ എത്ര തവണ ഇത് കണ്ടു ഈ പുസ്തകത്തിൽ. പയ്യരം പറയാം ഞാൻ സൃഷ്ടിച്ചു കൊടുത്തു എന്നിട്ട് ഒരു നന്ദി കാണിച്ചില്ല. ആരുടെ കുറ്റമാണിത്? അള്ളാഹു സർവശക്തനല്ലേ. സർവശക്തനായ കുൻ പറഞ്ഞാൽ എന്തു സാധിക്കുന്ന അള്ളാഹു നന്ദി കാണിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സൃഷ്ടിച്ചതെങ്കിൽ ആ നന്ദി കാണിക്കൽ സൃഷ്ടിയായിട്ട് അവരെ അങ്ങ് സൃഷ്ടിച്ചാൽ പോരായിരുന്നു. എന്നിട്ട് പിന്നെ അള്ളാഹു അവർ നന്ദി കാണിക്കുന്നില്ലേ എന്നും പറഞ്ഞിട്ട് അള്ളാഹു പായരം പറഞ്ഞു കിടക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കഴിവുകേടല്ലേ അത്. അതല്ലെങ്കിൽ അള്ളാഹു കപടനാട്യമാണ് ഇവിടെ ചെയ്യുന്നത്. അള്ളാഹു കരുതി കൂട്ടി ചെയ്തതാണെങ്കിൽ ഇത് കപടനാട്യം. രണ്ടായാലും ഒരു ദൈവത്തിൻ്റെ കൾച്ചറിനോ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ മഹത്വത്തിനോ ഒരിക്കലും യോജിച്ചതല്ല ഈ വിഡ്ഢിത്തവും ഈ വൈരുദ്ധ്യവും. 79, നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയതും അവൻ തന്നെ, അവങ്കിലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. 80, അവൻ തന്നെയാണ് ജീവിപ്പിക്കുകയും മരണപ്പെടുത്തുകയും ചെയ്യുന്നത്. രാവും പകലും വ്യത്യാസപ്പെടുന്നതും അവൻ്റെ കൽപ്പന മൂലമാണ്. എന്നിട്ടും ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇത് മക്കയിൽ ഇത് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മക്കക്കാർക്ക് ഇതൊന്നുമല്ല മനസ്സിലാവാതിരുന്നത്. മക്കക്കാർ ഇതിനെക്കുറിച്ചൊന്നും തർക്കിക്കാനും പോയിട്ടില്ല. അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന കാര്യത്തിലൊന്നും മക്കക്കാർക്ക് ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. അള്ളാഹു തന്നെയാണ് സൃഷ്ടി നടത്തുന്നത് എന്ന് തന്നെയാണ് മക്കക്കാർ വിശ്വസിച്ചിരുന്നത്. അവരത് സമ്മതിച്ചിരുന്നു എന്ന് ഖുർആനിൽ ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ പിന്നെ തീർത്തും അപ്രസക്തമായ ഈ കാര്യം പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു പ്രശ്നം? അള്ളാഹു സൃഷ്ടിച്ചോ അള്ളാഹു പരലോകത്ത് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതൊന്നും ആയിരുന്നില്ല പ്രശ്നം. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണോ? മുഹമ്മദ് ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ വെളിപാടാണോ? വേറെ ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വസ്തുതയാണോ? ഇതായിരുന്നു അവരുടെ പ്രശ്നം. ആ പ്രശ്നത്തിന് ഇതിനകത്ത് ഒരു പരിഹാരവും പറയുന്നില്ല. ഇത് പിന്നെയും തീർത്തും അപ്രസക്തമായ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 81, എന്നാൽ പൂർവീകന്മാർ പറഞ്ഞിരുന്നത് പോലെ ഇവരും പറയുകയാണ്. 82, പൂർവീകന്മാർ പറഞ്ഞു, മരിച്ചു മണ്ണും എല്ലുകളുമായി കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിച്ചെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണോ? 83, ഞങ്ങളോടും ഇതിനു മുമ്പ് ഞങ്ങളുടെ പിതാക്കളോടും ഇത് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പൂർവീകരുടെ പഴങ്കഥകൾ മാത്രമാണ്. ഇതൊക്കെ മക്കക്കാർക്ക് നേരത്തെ അറിയാവുന്ന പൂർവീകരുടെ കെട്ടുകഥകളാണ് എന്ന് അവർ പറയാതിരിക്കുന്നത് എങ്ങനെ? അതിനപ്പുറം മുഹമ്മദിൻ്റെ കയ്യിൽ പുതുതായിട്ടൊന്നുമില്ല. മുഹമ്മദ് ഒരു തെളിവും തരുന്നില്ല എന്ന അർത്ഥത്തിലാണ് അവർ മുഹമ്മദിനെ കുറ്റപ്പെടുത്തിയത്. അതിനൊന്നും ഈ പായാരം പറച്ചിൽ ഒരു മറുപടിയാകുന്നില്ല. താങ്കൾ ചോദിക്കുക, ഭൂമിയും അതിലുള്ളവരും ആർക്കുള്ളതാണ്? നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. ഇനി ഇവിടെ നിന്നങ്ങോട്ട് കുറേ വാക്യങ്ങളിൽ അള്ളാഹു തന്നെയാണ് ഇതിൻ്റെയൊക്കെ ആൾ എന്ന് മക്കക്കാർ സമ്മതിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ മക്കക്കാരോട് ഇതൊക്കെ അള്ളാഹു ആണ് ചെയ്യുന്നത് എന്നിങ്ങനെ പിന്നെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട ആവശ്യം എന്താണ്?
നോക്കൂ, 84 മുതലുള്ള വാക്യങ്ങളാണിത്. താങ്കൾ ചോദിക്കുക, ഭൂമിയും അതിലുള്ളവരും ആർക്കുള്ളതാണ്? നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. 85 അള്ളാഹുവിന് ഉള്ളതാണെന്ന് അവർ ഉത്തരം നൽകും. താങ്കൾ ചോദിക്കുക, എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? 86 7 ആകാശങ്ങളുടെയും മഹത്തായ അർശിൻ്റെയും നാഥൻ ആരാണ് എന്ന് താങ്കൾ ചോദിക്കുക. അവർ പറയും, അള്ളാഹുവിനുള്ളതാണ്. ചോദിക്കുക, എന്നാൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? 88 എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം കൈവശം വെച്ചവനും താൻ എല്ലാവരെയും സഹായിക്കുകയും തനിക്കെതിരെ സഹായിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നവനുമായവൻ ആരാണ്? നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ എന്ന് താങ്കൾ പറയുക. അവർ പ്രതികരിക്കും, അതും അള്ളാഹുവിനുള്ളതാണ്. ചോദിക്കുക, എന്നാൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വഞ്ചിതരായി പോകുന്നത്? 90 പക്ഷേ അവർക്കു നാം സത്യം കൊണ്ടു ചെന്നു, അവരാകട്ടെ നിശ്ചയമായും കള്ളവാദികളാണ്. അപ്പോൾ ഈ പറഞ്ഞ മഹത്വമുള്ള ദൈവം അള്ളാഹു ആണ് എന്ന കാര്യത്തിൽ അവർക്കൊരു തർക്കം ഉണ്ടായിരുന്നില്ല. അവർ ആ അർത്ഥത്തിൽ അള്ളാഹു എന്ന ദൈവത്തെ കാര്യമായി പരിഗണിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ പ്രാദേശികമായിട്ട് അവരുടെ പാരമ്പര്യമായ വിശ്വാസമനുസരിച്ച് അവിടെ അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവരെ സഹായിക്കുമെന്നോ അല്ലെങ്കിൽ അള്ളാഹു എന്ന സൂപ്പർ ദൈവത്തിൻ്റെ അടുത്ത് പോയി ശുപാർശ ചെയ്യുമെന്നോ അവർ വിശ്വസിച്ചിരുന്ന ചില ചോട്ടാ ദൈവങ്ങളെ കൂടി അവർ ആരാധിച്ചിരുന്നു എന്നത് മാത്രമാണ് അവർ ചെയ്തിരുന്നത്. അതിനെയാണ് ഈ സൂപ്പർ ദൈവം ഇത്രയും വലിയൊരു കുറ്റമായി പറഞ്ഞുകൊണ്ട് അവരെങ്ങനെ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തിയും ചീത്ത പറഞ്ഞും പിന്നാലെ നടക്കുന്നത്. 91 അള്ളാഹു യാതൊരു സന്താനത്തെയും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല, അവനോടുകൂടി ഒരു ഇലാഹുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ഇലാഹും താൻ സൃഷ്ടിച്ചതും കൊണ്ട് വേറിട്ടു പോവുകയും അവർ പരസ്പരം ആക്രമണം നടത്തുകയും ചെയ്യുമായിരുന്നു. അള്ളാഹുവിന് അവർ നൽകുന്ന വർണ്ണനകളിൽ നിന്ന് അവൻ എത്ര പരിശുദ്ധൻ. ഇത് ഖുർആനിൽ ഈ വാക്യം ആദ്യം വായിച്ചപ്പോൾ, ആദ്യം ഞാൻ ഖുർആൻ പരിഭാഷ വായിക്കുന്ന ആ സമയത്ത് തന്നെ ഒരുപാട് നേരം ഓർത്തോർത്ത് ചിരിച്ചിട്ടുള്ള ഒരു വാക്യമാണിത്. കുറേ വാക്യങ്ങളുണ്ട് ചിരി വന്നിട്ടുള്ളത്, പക്ഷേ ഇത് ഒരുപാട് സമയം ഓർത്തോർത്ത് ചിരി അടക്കാൻ വയ്യാതെ ചിരിച്ച ഒരു വാക്യമാണിത്. ഇതിൻ്റെ അവസാനം പറയുന്നത്, അള്ളാഹുവിന് അവർ നൽകുന്ന വർണ്ണനകളിൽ നിന്ന് അവൻ എത്ര പരിശുദ്ധൻ. അവർ നൽകുന്ന വർണ്ണനയേക്കാൾ അള്ളാഹുവിനെ അങ്ങേയറ്റം അവഹേളിക്കുന്ന വാചകമാണ് ഇപ്പോൾ നമ്മൾ ഈ വായിച്ചത്. എന്താ ഇവിടെ പറയുന്നത്? അള്ളാഹു അല്ലാത്ത ഇലാഹു ഉണ്ടായിരുന്നെങ്കിൽ അവർ സൃഷ്ടിച്ചതും കൊണ്ട് അവർ വേറെ വേറെ പോവുകയും അവർ തമ്മിൽ ആക്രമിക്കുകയും അവർ തമ്മിൽ അടിപിടി കൂടുകയും ചെയ്യുമായിരുന്നു എന്നാണ് അള്ളാഹു ദൈവങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നത്. ഇവിടെ രണ്ട് മണ്ടത്തരണ്ട്. ഒന്ന്, ഇത് അപ്രസക്തമാണ്. കാരണം മക്കൾക്കാരും സ്രഷ്ടാവ് എന്ന രീതിയിൽ മറ്റു ദൈവങ്ങളെ കണ്ടിരുന്നില്ല. മറ്റു ദൈവങ്ങളൊന്നും ആകാശവും ഭൂമി സൃഷ്ടിച്ചവരാണ് എന്നല്ല മക്കൾക്കാർ വിശ്വസിച്ചിരുന്നത്. ആ ദൈവങ്ങളുടെ അടുത്ത് പോയി ശുപാർശ ചെയ്യാൻ കഴിയുന്ന നാട്ടിലുള്ള ചോട്ട പ്രാദേശിക ദൈവങ്ങൾ എന്ന അർത്ഥത്തിലാണ് അവർ ആരാധിച്ചിരുന്നത്. ഇവിടെ സൃഷ്ടിക്കാൻ 2 3 ഉണ്ടായാൽ അവർ ഓരോരുത്തരും സൃഷ്ടിച്ചതും കൊണ്ടങ്ങ് സ്ഥലം വിടുമെന്നും അവർ സൃഷ്ടിച്ചതിനും വേണ്ടിയിട്ട് പിടിയും വലിയും കൂടി ആക്രമണം ഉണ്ടാക്കുമെന്നുമാണ് ഇവിടെ പറയുന്നത്. വേറെ ഒരു അധ്യായത്തിൽ പറയുന്നത്, അങ്ങനെ 2 ഉണ്ടായിരുന്നെങ്കിൽ ഒരാളുടെ സിംഹാസനം അതിക്രമിച്ച് കൈക്കലാക്കാൻ മറ്റേയാൾ ശ്രമിക്കുമായിരുന്നു എന്നാണ്. 2 ദൈവങ്ങളുണ്ടായാലേ. ഇവിടെ പറയുന്നത് 2 ദൈവങ്ങളുണ്ടായാൽ അവർ സൃഷ്ടിച്ചതും കൊണ്ട് അവർ വേറെ പോവുകയും അതിൻ്റെ പേരിൽ പിടിയും വലിയും കൂടിയിട്ട് അവർ തമ്മിൽ അടി കൂടുകയും ചെയ്യും എന്നാണ്. ഇതെങ്ങനെയാണ് ഒരു ദൈവത്തിൻ്റെ വാചകമാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ വിശ്വസിക്കുക? ഇവിടെ ദൈവത്തിനെ അങ്ങേയറ്റം അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞതൊക്കെ മനുഷ്യൻ്റെ കാര്യത്തിൽ ശരിയാണ്. അപ്പോൾ ദൈവവും മനുഷ്യനെ പോലെയുള്ള ഒരു അല്പനും അപൂർണനും മനുഷ്യൻ്റെ എല്ലാ കുശുമ്പും കുന്നായ്മയും ഒക്കെയുള്ള ഒരു ഊതി വീർപ്പിച്ച മനുഷ്യൻ മാത്രമാണ്. അതും സൽഗുണങ്ങളുള്ള മനുഷ്യനല്ല, ദുർഗുണങ്ങളുള്ള ഏകാധിപത്യത്തിൻ്റെയും അടിമയുടമബോധത്തിൻ്റെയും ആ കാലഘട്ടത്തിലെ ഏറ്റവും ദുഷ്ടനായ ഒരു ഉടമ മനുഷ്യൻ്റെ വളരെ സങ്കുചിതമായ ഇടുങ്ങിയ ദുശ്ചിന്തകൾ പേറുന്ന ഒരു മനുഷ്യൻ്റെ രൂപമാണ് ഈ ദൈവത്തെ സങ്കല്പിച്ചുണ്ടാക്കിയവരുടെ മനസ്സിലുണ്ടായിരുന്ന ദൈവസങ്കല്പം. അതുകൊണ്ടാണ് ഈ ദൈവത്തിനെ ഇങ്ങനെ ഒരു കുശുംബനായിട്ടും അക്രമിയായിട്ടും സങ്കുചിത ചിത്തനായിട്ടും വൃത്തികെട്ടവനായിട്ടും ഈ ദൈവത്തിനെ ഇവിടെ ചിത്രീകരിച്ചു വച്ചിട്ടുള്ളത്.
ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് മുഹമ്മദ് ഇങ്ങനെ ഒരു ദൈവത്തെ സങ്കല്പിച്ചുവെങ്കിൽ മുഹമ്മദിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മുഹമ്മദിൻ്റെ മനസ്സിൽ അന്നത്തെ സംസ്കാരം അനുസരിച്ച് ഉണ്ടായിരുന്ന ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഗോത്രത്തലവൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. പക്ഷേ ഇത് മനുഷ്യൻ്റെ ദൗർബല്യമാണ്, മനുഷ്യൻ്റെ ദുഷ്ചിന്തയാണ്. ആധുനിക ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു സംസ്കാരം ഉൾക്കൊള്ളുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. മനുഷ്യനെക്കുറിച്ച് പോലും ഇങ്ങനെ പറഞ്ഞാൽ പരിഹാസ്യമായിട്ടുള്ളൊരു കാര്യമാണിത്. ഇന്ന് ജനാധിപത്യത്തിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം 2-3 പേര് ഒരുമിച്ച് ചെയ്യുക എന്നുള്ളത് ഈ പറയുന്ന സങ്കീർണതകളൊന്നും ഉണ്ടാക്കുന്ന കാര്യമല്ല. മനുഷ്യർ പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഇന്ന് ലോകത്ത് വലിയ വലിയ പ്രോജക്റ്റുകളെല്ലാം ചെയ്തു തീർക്കുന്നത്. ഇന്ന് ലോകം മുഴുവനുള്ള കോടാനകോടി മനുഷ്യർ പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇന്ന് പല പ്രശ്നങ്ങളെയും നിർദ്ധാരണം ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു കാലത്താണ് ഒരു ജനാധിപത്യ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരോടാണ് ജനാധിപത്യത്തിൻ്റെ ബാലപാഠം പോലും ഉൾക്കൊള്ളാത്ത ഒരു ഗോത്ര മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് രൂപപ്പെട്ട ഒരു പ്രാകൃത ദൈവം, ആ ദൈവത്തെക്കുറിച്ച് തന്നെ ഈ മോശമായ കാര്യം എഴുതി വച്ചിട്ടുള്ളത്. എത്ര വലിയ മണ്ടത്തരമാണ് എഴുതി വച്ചിട്ടുള്ളത്. 2 ദൈവങ്ങളുണ്ടായാൽ 2 സ്രഷ്ടാക്കളുണ്ടായാൽ അവർ തമ്മിൽ അടികൂടുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ ഈ ദൈവം ഒരു പൂവൻകോഴിയുടെ മനസ്സുള്ള ഒരു സങ്കുചിത ചിത്തനായിട്ടുള്ള ഒരു വൃത്തികെട്ട ജന്തുവാണോ ദൈവം? എന്താ 2 ദൈവങ്ങൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ജനാധിപത്യപരമായി പങ്കുവെച്ചുകൊണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് സൃഷ്ടി നടത്തിയാൽ എന്താ കുഴപ്പം? ആകെ സൃഷ്ടിക്കാൻ പോകുന്ന സാധനങ്ങൾ പകുതി കാര്യങ്ങൾ നീ ഏർപ്പാട് ചെയ്തോ, പകുതി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ചുമതലകൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് സൗഹാർദ്ദത്തോടെ സഹകരണത്തോടെ 2 ദൈവങ്ങൾക്ക് സൃഷ്ടി നടത്തിയാൽ എന്താ കുഴപ്പം? എന്തിനാണ് തല്ലൂടാൻ പോകുന്നത് ദൈവങ്ങൾ? ഈ തല്ലൂടാൻ പോകുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വൃത്തികെട്ട ജന്തു ആയതുകൊണ്ടല്ലേ തല്ലൂടാൻ പോകുന്നത്, കൊത്തുകൂടാൻ പോകുന്നത്. 2 ദൈവങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. 2, 10, 100, 30 കോടിയോ ദൈവങ്ങൾക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ട് ചെയ്യുന്നതിന് എന്താണ് തടസ്സം? മനുഷ്യർക്ക് സഹകരിക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് മനുഷ്യർക്ക് ഇങ്ങനെ ഒരു രാജാവായി കഴിഞ്ഞാൽ പിന്നെ ആ രാജാവിൻ്റെ ഏകാധിപത്യത്തിലൂടെ മാത്രമേ ഒരു രാജ്യത്തെ ഒരു ഗോത്രത്തെ നയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അക്കാലത്തെ മനുഷ്യൻ ചിന്തിച്ചിരുന്നു എന്നതുകൊണ്ട് ദൈവങ്ങളും അങ്ങനെ ആവണമെന്നുണ്ടോ? ദൈവങ്ങൾക്ക് കുറച്ചുകൂടെ വിശാല മനസ്കത ആയിക്കൂടെ? ദൈവങ്ങൾക്ക് കുറച്ച് സഹകരണ മനോഭാവം ആയിക്കൂടെ? ദൈവങ്ങൾക്ക് കുറച്ച് നന്മയായിക്കൂടെ? ദൈവങ്ങൾക്ക് കുറച്ച് വിശാല മനസ്കരായിക്കൂടെ? ഇതൊന്നും ആവാൻ പാടില്ല. ദൈവം ഇത്രയും ഇടുങ്ങിയ മനസ്സുള്ള ആളാണ്. ഒരാളെ വേറൊരു ദൈവത്തിനെ കണ്ട ഉടനെ കൊത്തുകൂടാനും തല്ലൂടാനും പോകും, സൃഷ്ടിച്ചത് പിടിച്ചും വലിച്ചും പിടിവലി കൂടാൻ പോകും, അത് തട്ടിക്കൊണ്ട് പോകും, സിംഹാസനം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അടി നടക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. 2 രാജ്യങ്ങൾ തമ്മിൽ 2 രാജാക്കന്മാർ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്തിരുന്ന കാലത്ത് ഒരു ഗോത്രം വേറൊരു ഗോത്രത്തിനെ കണ്ട അമ്പും വില്ലും എടുത്ത് അങ്ങോട്ടും പാഞ്ഞിരുന്നൊരു കാലത്ത് അതുപോലെയാണ് തങ്ങളുടെ ദൈവവും ഇതുപോലെയാണ് എന്ന് മനുഷ്യൻ ചിന്തിച്ചാൽ അത് മനുഷ്യൻ്റെ ചിന്താ ദൗർബല്യമാണ്. ആ ചിന്താ ദൗർബല്യത്തിൽ നിന്നാണ് ദൈവത്തെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന ഈ വാചകം ഇതിനകത്ത് മനുഷ്യൻ എഴുതി വെച്ചത്. ഒരു ദൈവം ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു വൃത്തികേട് എഴുതി വെക്കില്ല. സാമാന്യ ബുദ്ധിയും യുക്തിയും ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലാകുന്നത്. ഇന്ന് നമ്മൾ മനുഷ്യർ പോലും ഇങ്ങനെ അല്ല ചിന്തിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ചുമതലകൾ വിഭജിച്ചുകൊണ്ട്, ആ ചുമതലകൾ ഓരോരുത്തരും നിർവഹിച്ചുകൊണ്ട്, അധികാരങ്ങൾ വികേന്ദ്രീകരിച്ചുകൊണ്ട്, അതിൻ്റെ പേരിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടാണ് ഒരു ജനാധിപത്യ കാലഘട്ടത്തിൽ മനുഷ്യർ സാമൂഹികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്തത്. അങ്ങനെയുള്ളൊരു കാലത്താണ് ഇത്രയും വൃത്തികെട്ട ഒരു കുരുട്ടുബുദ്ധിക്കാരനായ ഒരു ദൈവത്തെ കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഖുർആൻ അതെഴുതിയ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ വിവരക്കേടിൽ നിന്നും മനുഷ്യൻ്റെ സംസ്കാരശൂന്യതയിൽ നിന്നും മനുഷ്യൻ്റെ സങ്കുചിത ചിന്തയിൽ നിന്നും രൂപപ്പെട്ട ആശയങ്ങളാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണിത്. ദൈവം എന്ന ഒരു കഥാപാത്രത്തെ തന്നെ ഇവിടെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ വാക്യം തന്നെ ഇവിടെ അപ്രസക്തമാണെന്ന് പറയാൻ എന്താ കാരണം? അതിന് കാരണം മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സൃഷ്ടിച്ചത് ആകാശം ഒരാളും ഭൂമി ഒരാളും സൃഷ്ടിച്ചതാണ് എന്ന വിശ്വാസമൊന്നും മക്കക്കാർ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാദം അവർക്കുണ്ടായിരുന്നില്ല. പ്രപഞ്ചം സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്, അത് അള്ളാഹുവാണ് എന്ന് തന്നെയായിരുന്നു മക്കക്കാരുടെ വിശ്വാസം.
അവർ സൃഷ്ടാക്കൾ എന്നല്ലേ, സ്രഷ്ടാക്കൾ എന്ന നിലക്കല്ല അവർ ലാത്തയെയും ഉസയെയും മനാത്തയെയും ഒന്നും വിശ്വസിച്ചിരുന്നത്. ഈ സ്രഷ്ടാവിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളെ കാര്യം പറയാൻ കഴിയുന്ന, ശുപാർശ ചെയ്യാൻ കഴിയുന്ന ചോട്ടകൾ, അസിസ്റ്റൻറ്റുകൾ എന്ന നിലക്കാണ്. അവിടെ ജനാധിപത്യമുണ്ട്, അവിടെ സഹകരണാത്മകതയുണ്ട്, അവിടെ ചുമതലാ വിഭജനമുണ്ട്. അവിടെയാണ് ഈ പറയുന്ന സങ്കുചിതത്വത്തെക്കാൾ കുറച്ചും കൂടെ യുക്തിക്ക് നിരക്കുന്ന ആശയമുള്ളത്. മക്കക്കാർ അന്ന് കരുതിയിരുന്നത് പോലെ ഒരു സുപ്രീം ദൈവം, ആ സുപ്രീം ദൈവത്തോട് മനുഷ്യർക്ക് നേരിട്ട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യർക്ക് നേരിട്ട് പറയാവുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് ഇടനിലക്കാരായിട്ട് ചെറിയ ചെറിയ അസിസ്റ്റൻറ്റുകൾ, പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള ദൈവങ്ങളൊക്കെ ഉണ്ടായാൽ അവരോട് പറഞ്ഞാൽ അവർ കാര്യം പറഞ്ഞോളും. എന്താ ദൈവത്തിന് അങ്ങനെ സ്വീകരിച്ചൂടെ അങ്ങോട്ട്? അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല, എന്നോട് നേരിട്ട് ചോദിച്ചാലേ ഞാൻ കൊടുക്കുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുന്ന ദൈവം പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് ഒരു അനേകം തോട്ടി കെട്ടിയത്? ഇങ്ങോട്ടിൻ്റെ ഓരോ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വഹി കൊടുക്കാൻ ദൈവത്തിന് കഴിയില്ലായിരുന്നോ? ഇങ്ങോട്ടുള്ള വഹി ദൈവം ആരും കാണാത്ത ഒരു ജിബ്രീലിൻ്റെ കയ്യിൽ അന്തിപ്പാതിരാക്ക് പാറമടയിൽ കൊണ്ടു കൊടുക്കുക, എന്നിട്ട് അയാൾ ആരും കാണാതെ മറ്റേ ആൾ എണീറ്റ് വന്നിട്ട് പറയുക, ഇങ്ങനെ തോട്ടി കെട്ടി ദുരൂഹത സൃഷ്ടിച്ച് ഇങ്ങോട്ട് ഇടനിലക്കാരെ വെച്ച് ആശയവിനിമയം നടത്തുന്ന ഈ ദൈവത്തിന് അങ്ങോട്ട് ആശയവിനിമയത്തിന് ഒരു ഇടനിലക്കാരും പാടില്ല എന്ന ശാഠ്യം, അത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ? ഇവിടെ മക്കക്കാർ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? അള്ളാഹു എന്ന് പറയുന്ന ഒരു സുപ്രീം ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു, ഇതെല്ലാം പരിപാലിക്കുന്നു. അയാൾ വലിയൊരു കാര്യങ്ങൾ നോക്കുന്ന ഒരു വലിയ പടച്ചവൻ. ആ പടച്ചവനോട് നേരിട്ട് ഈ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള അസിസ്റ്റൻറ്റ്, പ്രാദേശികമായിട്ടുള്ള അസിസ്റ്റൻറ്റ് ദൈവങ്ങളോടതൊക്കെ പറഞ്ഞ് അവരവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടുവരിക എന്നുള്ളതല്ലേ ജനാധിപത്യപരമായിട്ടുള്ള രീതി? അതല്ലേ കുറച്ചുകൂടെ നല്ലത്? അതല്ലേ ലിബറലായിട്ടുള്ള മനോഭാവം? അങ്ങനെ ആകുമ്പോൾ ഈ ദൈവങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലുകൂടാൻ നിൽക്കുന്നതിനാണ്. അപ്പോൾ ഈ ലാത്തയും ഉസയും മനാത്തയും പോലുള്ള ചോട്ടാ ദൈവങ്ങൾ ശുപാർശയുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് ഈ അള്ളാഹുന്തിന് അവിടെ കിടന്നിട്ട് ഇങ്ങനെ കലി തുള്ളുന്നത്, വേറെ ദൈവങ്ങൾ, വേറെ സൃഷ്ടാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ തല്ലുകൂടാൻ പോവുകയാണ് എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ് അള്ളാഹുവിന്? അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ചിന്തയാണ്, മനുഷ്യൻ്റെ ഭാവനയാണ്. പ്രാകൃത ഗോത്ര മനുഷ്യന് ആ ഗോത്രകാലത്തെ ഏകാധിപതിയായ ഒരു ഗോത്രത്തലവൻ്റെ സങ്കുചിത ചിന്തയെ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ദൈവത്തെ ഊതി വീർപ്പിച്ചുണ്ടാക്കിയതാണ്. അതിനപ്പുറം ഇതിനകത്ത്, ഈ വഷളത്തരത്തിനകത്ത് ഒരു യുക്തിയുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മനുഷ്യർക്ക് ജനാധിപത്യം, എങ്ങനെയാണ് ജനാധിപത്യം നടപ്പിലാവുന്നത്, ഇതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് വേറെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ദൈവങ്ങൾക്കില്ലാത്ത ജനാധിപത്യ ബോധം ഇന്ന് മനുഷ്യർക്കുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും അധികാരത്തിൽ ആളെ തിരഞ്ഞെടുക്കലും ഭരണാധികാരിയെ തിരഞ്ഞെടുക്കലും പോലുള്ള സാങ്കേതികത്വം മാത്രമല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ ഉദാത്തമായിട്ടുള്ള, വിശാലമായിട്ടുള്ള ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ ജനാധിപത്യം പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചതുപോലെ സംഭവിക്കും. ഇന്നിപ്പോൾ ജനാധിപത്യമൊക്കെ ചത്തുകൊണ്ടിരിക്കുകയാണ്, ജനാധിപത്യത്തെയൊക്കെ കഴുത്ത് ഞെരിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഏകാധിപത്യത്തിൻ്റെ എല്ലാവിധ, ഫാസിസത്തിൻ്റെ എല്ലാവിധ അടയാളങ്ങളും ഇന്ന് നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ കാണുന്നു. ജനാധിപത്യം ഏർപ്പാട് ചെയ്തു കൊടുത്ത കോണിയിൽ കൂടെ അധികാരത്തിൽ കയറിയിട്ട് ആ കോണി തന്നെ ചവിട്ടി മുറിക്കുന്ന ഭീകര കാഴ്ചയാണ് ഇന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ അതിന് കാരണം? ജനാധിപത്യം ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ സംവിധാനം മാത്രമായി നിലനിർത്തിയത് കൊണ്ട് കാര്യമില്ല. ജനാധിപത്യം ഒരു കൾച്ചറായിട്ട് സമൂഹം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെ ജനാധിപത്യം ഒരു കൾച്ചറായി രൂപപ്പെടുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ജനാധിപത്യം തന്നെ ഏകാധിപത്യത്തിന് വഴിയൊരുക്കലായി മാറും. അതാണ് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം എന്ന സംസ്കാരം നമ്മൾ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്, വിദ്യാലയങ്ങളിൽ നിന്ന് പരിശീലിപ്പിക്കേണ്ടതുണ്ട്, സമൂഹത്തിൽ നിന്ന് ആകെ പരിശീലിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ജനാധിപത്യ ബോധം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന സാംസ്കാരികമായിട്ടുള്ള കാര്യം കൂടെ നിർവഹിച്ച് കഴിയുമ്പോഴാണ് ജനാധിപത്യം ഫലപ്രദമായിട്ട് മാറുക. ഞാൻ ഇതേക്കുറിച്ച് എൻ്റെ അനുഭവ സ്മരണകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുടുംബത്തിൽ ജനാധിപത്യം എങ്ങനെയാണ് നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്ന് ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ താഴെ അതിൽ ഞാനൊരു ഉദാഹരണവും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു നിസ്സാരമായ കാര്യം, ഒരു ടേബിൾ ക്ലോത്ത് വാങ്ങുകയാണെങ്കിൽ പോലും അതിൻ്റെ കളർ എന്തായിരിക്കണം, എങ്ങനെയുള്ള തുണിയായിരിക്കണം എന്ന് മക്കളുമായിട്ടും ഞങ്ങളെല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ചാണ് ചെയ്യാറുള്ളത് വീട്ടിൽ എന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കമൻറ്റ് അതിൻ്റെ താഴെ ഒരു സുഹൃത്ത് എഴുതിയിട്ടുണ്ട്. ആ കമൻറ്റ് വളരെ ഉദ്ദേശത്തോടു കൂടി ഇട്ട കമൻറ്റാണ്. അപ്പോൾ ഈ 4 പേര് 4 കളറാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ക്ലോത്ത് വാങ്ങുക എന്നാണ് ചോദ്യം. ഇതാണ് ജനാധിപത്യത്തിൽ ഏറ്റവും സങ്കീർണത ഉണ്ടാക്കുന്ന പ്രശ്നം.
അതെങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നും എങ്ങനെയാണ് കുടുംബത്തിലും സമൂഹത്തിലും അത് പരിഹരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നമ്മളൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു സുഹൃത്തിൻ്റെ ഈ കമൻറ്റിന് തന്നെ ഒരു മറുപടിയായിട്ട് മറ്റൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ വെച്ച് ഞാൻ വിശദമായിട്ട് അത് പറയാം. എങ്ങനെയാണ് ഒരു കുടുംബത്തിലെ 4 പേര് ഒരു കാര്യം തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നത്, അവിടെ അഭിപ്രായ വ്യത്യാസം വന്നാൽ എന്താണ് ചെയ്യുക എന്നതിനെ സംബന്ധിച്ചും അതിൻ്റെ പ്രായോഗികതയും അപ്രായോഗികതയും അതിന് ബദലായിട്ട് ഏകാധിപത്യം കൊണ്ടുവന്നാലുള്ള പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്യാം. എന്തായാലും ജനാധിപത്യത്തിൻ്റെ കൾച്ചർ ഉൾക്കൊള്ളാത്ത, ജനാധിപത്യത്തിൻ്റെ ബാലപാഠം എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത കാലത്ത് മനുഷ്യർ അതേപോലെയുള്ള ഒരു ഏകാധിപതിയായ സങ്കുചിതനായ വൃത്തികെട്ട ഒരു ജന്തുവായിട്ട് ദൈവത്തെ സങ്കല്പിച്ചു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഖുർആനിലെ ഈ 23-ാം അധ്യായത്തിലെ ഈ 91-ാമത്തെ വാക്യം. ഇവിടെ മാത്രമല്ല, ഖുർആനിലെ പല അധ്യായങ്ങളിലും ഇതേ മണ്ടത്തരം ആവർത്തിക്കുന്നുണ്ട്. 2 പടച്ചവന്മാരുണ്ടായ ഒരു തല്ലുകൂടും, ഒരു സിംഹാസനം പിടിച്ചെടുക്കാൻ നോക്കും, ഒരു പിടിയും വലിയും കൂടും എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇവിടെ 2 ദൈവങ്ങളില്ല, ഒരു ദൈവമേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞു പോയിരുന്നെങ്കിൽ ഇത്രയും നാണക്കേടുണ്ടാകുമായിരുന്നില്ല. പക്ഷേ അതിൻ്റെ കാരണം വിശദീകരിച്ചെടുത്താണ് അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള രീതിയിൽ, ദൈവത്തെ അപമാനിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോയത്. ഇതൊന്നും പറയാതിരിക്കാനുള്ള അന്തം പോലും ഈ ആയത്തിറക്കിയ മുഹമ്മദിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ മണ്ടത്തരം എഴുതി വെച്ചത്. മനുഷ്യരെ പോലെ ദൈവവും തമ്മിൽ തല്ലുകൂടുമെന്നൊക്കെ വഷളത്തരമൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചത് അതുപോലും ചിന്തിക്കാനുള്ള കിഡ്നി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അടുത്ത വാക്യം 92. അവൻ അദൃശ്യവും ദൃശ്യവുമായ കാര്യങ്ങൾ അറിയുന്നവനാണ്, അപ്പോൾ അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അവൻ അതീതനാകുന്നു. ദൃശ്യവും അദൃശ്യവും ഒക്കെ അറിയുന്നുണ്ടെങ്കിലും ഈ പങ്കു ചേർക്കുക എന്നുള്ളത് അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല. പങ്കാളിത്തത്തിലൂടെയാണ്, സഹകരണത്തിലൂടെയാണ് സാമൂഹ്യ ജീവിയായ മനുഷ്യർ ഇന്ന് ജീവിക്കുന്നത്. ദൈവങ്ങൾക്കും വേണമെങ്കിൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ടൊക്കെ കാര്യങ്ങൾ നടത്താം. ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതെല്ലാം കൂടെ ചെയ്ത് ഇടങ്ങാറാവേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ചുമതലകൾ വീതിച്ചു കൊടുത്തിട്ട് ആ ഭൂമിയിലെ കാര്യം ഇജ്ജ് നോക്കിക്കോ, ആകാശത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം, അപ്പുറത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് കുറേ ദൈവങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. 93. പറയുക, എൻ്റെ രക്ഷിതാവേ, ഇവരോട് താക്കീത് ചെയ്യപ്പെടുന്ന ശിക്ഷ വല്ലപ്പോഴും എനിക്ക് കാണിക്കുകയാണെങ്കിൽ എൻ്റെ രക്ഷിതാവേ, അക്രമികളായ ജനതയോടുകൂടെ എന്നെ നീ ആക്കരുതേ. നിശ്ചയമായും അവരോട് താക്കീത് ചെയ്യുന്നത് താങ്കൾക്ക് കാണിച്ചു തരുവാൻ നാം കഴിവുള്ളവർ തന്നെയാകുന്നു. ഒരു ദൈവം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ മുമ്പിൽ, സ്വന്തം സൃഷ്ടികളുടെ മുമ്പിൽ കീഴുകയാണ്. ഞാൻ ഇന്നതൊക്കെ ചെയ്തു തരണേ എന്ന് എന്നോട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോളിയേ എന്ന് പറഞ്ഞിട്ട് ഒരു പടച്ചോൻ തൻ്റെ സൃഷ്ടികളുടെ മുമ്പിൽ ഈ എരപ്പത്തരം പറയുമോ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇതൊക്കെ മനുഷ്യൻ പറഞ്ഞതാണെങ്കിൽ, ഇതൊക്കെ മുഹമ്മദ് സ്വന്തമായിട്ട് പറഞ്ഞതാണെങ്കിൽ ഇതിലൊരു കുഴപ്പമില്ല, ഇതിലൊന്നും ഒരു യുക്തിഭംഗവുമില്ല. പക്ഷേ ഇതൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞോളേ എന്ന് ദൈവം പറഞ്ഞു എന്ന് പറയുന്നതോടു കൂടിയാണ് ഇതെല്ലാം വഷളത്തരമായി മാറുന്നത്. കാരണം ഒരു ദൈവം പറയാണ്, പറയുക, എൻ്റെ രക്ഷിതാവേ, ഇവരോട് താക്കീത് ചെയ്യപ്പെടുന്ന ശിക്ഷ വല്ലപ്പോഴും എനിക്ക് കാണിക്കുകയാണെങ്കിൽ എൻ്റെ രക്ഷിതാവേ, അക്രമികളായ ജനതയോട് കൂടെ എന്നെ നീ ആക്കരുതേ. ഇവിടെ അള്ളാഹു മുഹമ്മദിനോട് പറയാണ്, എന്താ പറയുന്നത്? ഇന്നോട് ഇങ്ങനെ പറഞ്ഞാളാ. എന്തു പറഞ്ഞാളാന്ന്? ഇവരാവശ്യപ്പെടുന്നത് പോലെയുള്ള ശിക്ഷ ഇറക്കുകയാണെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ഇന്നോട് പറഞ്ഞാളാ എന്ന് അള്ളാഹു മുഹമ്മദിനോട് ഇങ്ങോട്ട് പറയുകയാണ്. എന്തൊരു വഷളത്തരാണ് ഈ പറയുന്നത്. ഇത് മുഹമ്മദ് അങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ നാട്ടുകാർ അങ്ങോട്ട് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞെങ്കിലേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ, ഞാനെല്ലാം അറിയുന്ന ആളാണെന്ന് തൊട്ട് മുമ്പ് ഇവിടെ പറഞ്ഞു. ഞാനെല്ലാം അറിയുന്ന ആളാണെന്ന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ചോദിച്ചാലേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഇവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് ഇവരങ്ങോട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ച് യാചിച്ച് ചോദിച്ചാലേ മൂപ്പർക്ക് മനസ്സിലാവുള്ളൂ എന്ന് മൂപ്പർ നമ്മളോട് ഇങ്ങോട്ട് പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുകയാണ്, എനിക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പരസ്പര വിരുദ്ധമാണ്. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ആ മനസ്സിലായതനുസരിച്ച് ഓരോരുത്തരുടെയും മനസ്സിലുള്ള നന്മയും തിന്മയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ മൂപ്പരാണ്ട് ചെയ്താൽ മതി. എന്നിട്ട് മൂപ്പരന്നെ പറയാം, നിങ്ങൾ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെടുകേ എന്ന് പറഞ്ഞിട്ട് സൃഷ്ടികളുടെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കേഴുകയാണ് ഒരു ദൈവം.
ഇയാൾ പ്രാർത്ഥനയൊന്നും അർഹിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നിശ്ചയമായും അവരോട് താക്കീത് ചെയ്യുന്നത് താങ്കൾക്ക് കാണിച്ചു തരുവാൻ നാം കഴിവുള്ളവർ തന്നെയാണ്. അവരോട് താക്കീത് ചെയ്യുന്നത് പോലെയുള്ള ശിക്ഷ ഇറക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടോ ഇല്ലേ എന്നതായിരുന്നില്ലല്ലോ മക്കക്കാരുടെ പ്രശ്നം. അള്ളാഹുവിന് കഴിവില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാദമേ അവർക്കുണ്ടായിരുന്നില്ല. അള്ളാഹുവിന് അങ്ങനെ കഴിവില്ല എന്നല്ല അവർ പറഞ്ഞത്. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെങ്കിൽ ആ കഴിവുകളൊക്കെ ഇങ്ങോട്ട് കാണിക്കുക എന്നാണ് പറഞ്ഞത്. അതിനുള്ള മറുപടിയാണോ ഇത്? അതിനുള്ള മറുപടി ഇങ്ങനെയാണോ പറയുക? അത് കാണിക്കാൻ കഴിവുണ്ടായിട്ടും അത് കാണിക്കാതെ അത് കാണിക്കാൻ എനിക്ക് കഴിവുണ്ട് എന്ന് ഇല്ലാണ്ട് പറഞ്ഞാളാ എന്ന് പറയേണ്ട വല്ല ആവശ്യവും ദൈവത്തിനുണ്ടോ? ആ കഴിവുണ്ടെങ്കിൽ ഇങ്ങോട്ട് കാണിക്കുക എന്ന് പറയുന്നവരോട് കഴിവുണ്ട് എന്ന് ഓലോടാൻ പറഞ്ഞാളാ എന്ന് പറഞ്ഞാൽ കൂടുതൽ അവരുടെ മുമ്പിൽ പരിഹാസ്യരാവുകയല്ലേ ചെയ്യുക ഈ ദൈവദൂതനും ഈ ദൈവവും? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്ത ആളാണോ ദൈവം? അപ്പം ഇത് മുഹമ്മദിൻ്റെ നിസ്സഹായാവസ്ഥയിൽ മുഹമ്മദ് കണ്ടെത്തുന്ന ഓരോരോ മുട്ട് ന്യായങ്ങളാണിത്. അതിനപ്പുറത്ത് ഇതിനകത്ത് ഒരു ദൈവവുമില്ല, ഒരു ദൈവികതയുമില്ല. ഒരു ദൈവം ഈ മാതിരി വിഡ്ഢിത്തവും വഷളത്തരവും അല്പത്തരങ്ങളും വിളിച്ച് പറയുമോ? 96 ഏറ്റവും നല്ല കാര്യമേതോ അതുകൊണ്ട് തിന്മയെ തടുക്കുക. അവർ വർണ്ണിച്ചു പറയുന്നതിനെപ്പറ്റി നാം നല്ലവണ്ണം അറിയുന്നവരാണ്. ഇവിടെ മക്കയിലുള്ള ആളുകളോട് നല്ല നിലയിൽ അവർ ചെയ്യുന്ന തിന്മയെ തടുക്കുക എന്നാണ് നിർദ്ദേശിക്കുന്നത്. എന്താണ് നല്ല നില? തൽക്കാലം ക്ഷമിക്കുക, തൽക്കാലം അവരോടൊന്നിനും പോകണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ ക്ഷമ കൈക്കൊള്ളുക എന്ന നന്മയാണ് മക്കയിൽ മുഹമ്മദിനോട് ഈ ദൈവം ഉപദേശിക്കുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞ് 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഇതേ ദൈവം മുഹമ്മദിനോട് നന്മ കൊണ്ട് ഈ തിന്മയെ തടയാനല്ല പറഞ്ഞത്, തിന്മയെ തിന്മ കൊണ്ട് തടയാനാണ് പിന്നെ പറഞ്ഞത്. കാരണം ഇവർ അള്ളാഹു അല്ലാത്ത പടച്ചോനെ ആരാധിക്കുന്ന ഒരു നിസ്സാരമായ തിന്മയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തിന്മയ്ക്ക് പകരം മുഹമ്മദിനോട് ആ ഗോത്രത്തിൻ്റെ എതിരാളികളായ ശത്രുക്കളെ അന്യനാട്ടിൽ പോയി കൂട്ടുപിടിച്ച് അവരെയും കൂട്ടി വന്നിട്ട് അവരെ കൊള്ളയടിക്കാനും അവരെ ആക്രമിക്കാനും വാളെടുത്ത് ചതിയിൽ കുടുക്കി അവരെ വെട്ടിക്കൊല്ലാനും അവരെ കീഴടക്കാനുമാണ് പിന്നെ ഇതേ അള്ളാഹു മുഹമ്മദിനോട് ഉപദേശിക്കുന്നത്. അതാണ് നമ്മൾ ഖുർആനിൽ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ തിന്മയെ നന്മ കൊണ്ടാണ് തടയേണ്ടത് എന്ന് ഉപദേശിക്കുന്ന അതേ പടച്ചോൻ ചെറിയ തിന്മയെ കൊടിയ തിന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് പിന്നെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വൈരുദ്ധ്യം ഉണ്ടോ ഖുർആനിൽ? നിങ്ങളൊന്ന് പറയൂ. 97 താങ്കൾ പറയുക, എൻ്റെ രക്ഷിതാവേ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ഇവിടെ അള്ളാഹു ചട്ടം കെട്ടി പറഞ്ഞയച്ച ചെയ്ത്താന്മാരുടെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു ഇങ്ങോട്ട് പറയാണ്. എന്താ അതിൻ്റെ അർത്ഥം? അള്ള് വെച്ച് പഞ്ചറാക്കിയിട്ട് പഞ്ചറടക്കാൻ ഇങ്ങോട്ട് കരിയെന്ന് പറയുന്ന ഏർപ്പാടല്ലേ ഇത്? ആരാ അള്ളാഹുവിനോട് പിശാചുക്കളെ പറഞ്ഞയച്ചിട്ട് ദുർബോധനം ചെയ്യാൻ ആവശ്യപ്പെട്ടത്? അപ്പോൾ അങ്ങനെ ഒരു തെമ്മാടിത്തം തിന്മ ചെയ്തിട്ട് ആ തിന്മയുടെ കാരണക്കാരനായ അള്ളാഹുവിനോട് തന്നെ ആ തിന്മ പരിഹരിച്ചു തരണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടൂ എന്ന് അയാൾ തന്നെ നമ്മളോട് പറയുക. അള്ളു വെച്ച് പഞ്ചറാക്കുക, എന്നിട്ട് പഞ്ചർ ഞാൻ അടച്ചു തരാം അങ്ങോട്ട് കൊണ്ടുവരികയെന്ന് പറയുക. എന്നിട്ട് മൂപ്പര് പഞ്ചർ അടച്ചു കൊടുക്കുക. എന്തൊരു ഏർപ്പാടാണ് ഇത്? നീതിമാനായ ഒരു ദൈവം ചെയ്യേണ്ട പണിയാണോ ഇത്? 98 രക്ഷിതാവേ, ആ പിശാചുക്കൾ എൻ്റെ അടുത്ത് വരുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയാൻ അള്ളാഹു എന്നെ പറയുകയാണ്. അള്ളാഹു പറഞ്ഞയച്ച പിശാചുക്കളിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്ന് അള്ളാഹു തന്നെ നമ്മളോട് പറയുകയാണ്. 99 അങ്ങനെ അവരിൽ ഒരാൾക്ക് അവസാനം മരണം വന്നെത്തുമ്പോൾ അവൻ പറയും, എൻ്റെ രക്ഷിതാവേ, എന്നെ മടക്കിത്തരിക. ഇത് കുറേ സ്ഥലത്ത് ഈ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. മരിക്കാൻ നേരത്തെ അവർ ആവശ്യപ്പെടും, ഞങ്ങളെ തിരിച്ചയക്കണം, ഞങ്ങൾ നല്ലോണം ജീവിച്ചോളാം, ഇപ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നൊക്കെ ഞങ്ങൾ പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കണം. എത്ര നിലവാരം കുറഞ്ഞ കഥയാണ് ഇവിടെ പറയുന്നത്. ഒരു ദൈവം 100 ഞാൻ വിട്ടുകളഞ്ഞതിന് പകരം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനായി ഒരിക്കലും നിശ്ചയം അതവൻ പറയുന്നതൊരു വാക്കുമാത്രമാണ്. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ അവരുടെ മുന്നിൽ ശക്തിയായ ഒരു മറയുണ്ട്. അപ്പം അങ്ങനെ അവസാനം നിമിഷം വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാനതൊന്നും ചെയ്തു തരൂല, അങ്ങനെ നിങ്ങളെ
മരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ശിക്ഷ നടപ്പിലാക്കുന്നത് വരെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു മറ വെച്ചിട്ടുണ്ട്. മറയാണ് ബർസക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് പരലോകത്തെ പുനർജീവനത്തിനും ഇവിടുത്തെ മരണത്തിനും ഇടയിലുള്ള ഒരു കാലത്ത് മനുഷ്യരെ പാർപ്പിക്കുന്ന സ്ഥലമാണ് ബർസക്ക്. അതാണ് ഇവിടെ മറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. 101 അങ്ങനെ കാഹളത്തിൽ ഊതപ്പെട്ടാൽ അവർക്കിടയിൽ അന്ന് യാതൊരു രക്തബന്ധങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല, അവർ അന്യോന്യം അന്വേഷിക്കുകയുമില്ല. അള്ളാഹുവിൻ്റെ ടെക്നോളജിയൊക്കെ അതേമാതിരി 6-ാം നൂറ്റാണ്ടിലെ ഗോത്രകാലത്തെ ടെക്നോളജിയാണ്. കാഹളമൂത്തലും ചെണ്ടകൊട്ടലും ഒക്കെയാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ടെക്നോളജി ഒന്നും അള്ളാഹുവിന് അറിയില്ല. അതുപോട്ടെ, അങ്ങനെ കാഹളമൂതിയിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പറയണത് ഈ ലോകം അവസാനിപ്പിക്കാനുള്ള കാഹളമൂത്തിൻ്റെ ഭീകരതയാണ് ഇവിടെ പറയുന്നതെങ്കിൽ അവിടെ ഒരു അനീതിയുണ്ട്, അയുക്തികതയുണ്ട്. കാരണം ഈ ലോകം എപ്പോഴാണോ അവസാനിക്കാൻ പോകുന്നു ആ അവസാനിക്കുന്ന ആ ദിവസം നടക്കുന്ന ഭീകരമായിട്ടുള്ള രംഗങ്ങൾ ഇന്നും ഇന്നലെയും 6-ാം നൂറ്റാണ്ടിലും മനുഷ്യരോട് ഇങ്ങനെ പറയുന്നതിൽ യാതൊരു കഥയില്ല. കാരണം അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ഈ രംഗം കാണാൻ അവിടെ ഉണ്ടാവില്ല. പിന്നെ അവരോട് അത് പറഞ്ഞ് പേടിപ്പിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ ഒരു ഭീകര രംഗം കാണേണ്ടി വരിക ലോകം അവസാനിക്കുന്ന സമയത്ത് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ്. അവർക്ക് മാത്രം അങ്ങനെ ഒരു ഭീകരത കാണേണ്ട ഗതികേടുണ്ടാക്കുകയും ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ഒരു ഭീകരത കാണാതെ മരിച്ചു പോവുകയും ചെയ്യുമ്പോൾ അവിടെ തന്നെ ഒരു അനീതിയുണ്ട്. ഈ ലോകാവസാനത്തിന് വേണ്ടിയുള്ള കാഹളമൂത്തും അതിൻ്റെ ഭീകരതയുമാണ് ഈ വിവരിക്കുന്നതെങ്കിൽ, അതല്ല മരിച്ചതിന് ശേഷം പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള കാഹളമൂത്താണെങ്കിൽ അത് വേറെ കഥയാണ്. 102 അപ്പോൾ ആരുടെ സൽക്കർമ്മങ്ങളുടെ തൂക്കങ്ങൾ കനമുള്ളതായോ ആ കൂട്ടർ തന്നെയാണ് വിജയികൾ. മറിച്ച് ആരുടെ സൽക്കർമ്മങ്ങളുടെ തൂക്കം ലഘുവായി പോയോ അവർ തങ്ങൾക്കു തന്നെ നഷ്ടം വരുത്തി വെച്ചവരാണ്. അവർ നരകത്തിൽ സ്ഥിരവാസികളാകുന്നു. നരകം അവരുടെ മുഖങ്ങളെ കരിച്ചു കളയും. അവരതിൽ പല്ലിളിച്ച് കിടക്കുന്നവരായിരിക്കും. ഈ പറഞ്ഞത് ഖുർആനിൽ തന്നെ പിന്നീട് പറയുന്ന ഹദീസുകളിൽ വിശദീകരിക്കുന്ന ഒരു കാര്യവുമായിട്ട് നേരെ വിരുദ്ധമാണ്, പരസ്പരം പൊരുത്തപ്പെടാത്തതാണ്. ഖുർആനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളത്? മനുഷ്യന് ജീവിതകാലം മുഴുവൻ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും ശരി, അവൻ സിർക്ക് എന്ന് പറയുന്ന ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കാലാകാലം നരകത്തിൽ തന്നെ കിടക്കേണ്ടി വരും. അവൻ്റെ സൽക്കർമ്മങ്ങളൊന്നും തൂക്കാൻ തന്നെ തുലാസിലിടൂല എന്നാണ് പറഞ്ഞത്. അതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള സ്ഥലത്തിൻ്റെ അത്ര തന്നെ പാപം ചെയ്ത് കുന്നുകൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും അവസാന കാലത്ത് മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങളൊന്ന് സിർക്ക് മതിയാക്കിയിട്ട് തൗഹീദിലേക്ക് വന്നാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് അള്ളാഹു നിങ്ങളെ സ്വർഗത്തിലാക്കും എന്നാണ്. ഇവിടെ പറഞ്ഞതിന് നേരെ വിപരീതമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ സൽക്കർമ്മങ്ങളൊക്കെ തൂക്കിയിട്ട് നിങ്ങൾക്ക് അതിന് ഫലം തരും, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങളൊക്കെ തൂക്കിയിട്ട് അതിനും ഫലം തരും എന്നാണ്. എന്നാൽ എത്ര സൽക്കർമ്മം ചെയ്താലും സിർക്ക് എന്ന് പറയുന്ന ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൽക്കർമ്മങ്ങളൊന്നും ഫലം ചെയ്യില്ല എന്നും, എത്ര തിന്മകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും ആ തിന്മകളെല്ലാം അള്ളാഹു സിർക്കല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അള്ളാഹു പുറത്ത് സ്വർഗത്തിലാക്കും എന്നും വേറെ പറയുന്നുണ്ട്. അതും ഈ പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. 105 എൻ്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുന്നില്ലേ? അപ്പോൾ നിങ്ങൾ അവ നിഷേധിക്കുകയല്ലേ ചെയ്തത്. ആരുടെ ലക്ഷ്യങ്ങളാണ് ഈ ഓതിക്കേൾപ്പിക്കുന്നത് എന്ന് ബോധ്യപ്പെടാത്തതുകൊണ്ടാണല്ലോ അവരത് ബോധ്യപ്പെടാൻ ആവശ്യമായ തെളിവ് ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷ്യങ്ങളെങ്കിൽ ഈ ലക്ഷ്യങ്ങളൊക്കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്നതാണെങ്കിൽ അതിൽ മുഹമ്മദിൻ്റെ നിലവാരം മാത്രമേ പ്രകടിപ്പിക്കുന്നുള്ളൂ എങ്കിൽ അത് മുഹമ്മദിൻ്റെ ലക്ഷ്യം പറച്ചിലാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള മക്കാർ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്നത് വിശ്വസിക്കുന്ന വിഡ്ഢികളെക്കാൾ ബുദ്ധി ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ വായിച്ചാൽ ഇതൊരു ദൈവം പറഞ്ഞതാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാളും വിശ്വസിക്കില്ല. കാരണം ഒരു ദൈവത്തിൻ്റെ നിലവാരമൊന്നും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് ലക്ഷ്യങ്ങളൊക്കെ വിവരിച്ച് തന്നില്ലേ എന്നും പറഞ്ഞിട്ട് അന്ന് ഞാൻ നിങ്ങളെ ശരിപ്പെടുത്തും എന്ന് പറയുന്നതൊക്കെ വെറും പുളുപറച്ചിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കാം. 106 അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ ദൗർഭാഗ്യം കഴിഞ്ഞു പോവുകയും ഞങ്ങൾ വഴിപിഴച്ച ജനതയായിത്തീരുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷിതാവേ, ഇതിൽ നിന്ന് നീ മോചിപ്പിച്ചു തരണമേ. ഇനി ഞങ്ങൾ മടങ്ങുന്ന പക്ഷം അപ്പോൾ ഞങ്ങൾ അക്രമികൾ തന്നെയായിരിക്കും. ഇതൊക്കെ അന്ന് ഈ അവിശ്വാസികളും പടച്ചോനും തമ്മിൽ നടക്കാൻ പോകുന്ന സംഭാഷണത്തെക്കുറിച്ച് പടച്ചോൻ മുൻകൂട്ടി പറഞ്ഞു തരികയാണ്. എന്തിനാണ്? ഇവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ പേടിപ്പിക്കലിലൂടെ തൻ്റെ അസ്തിത്വം ബോധ്യപ്പെടുത്തേണ്ട ഒരു ഗതികേട് ഒരു ദൈവത്തിനുണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിന് ഞാൻ ദൈവമാണ്, എനിക്ക് ആരാധന വേണം എന്നുള്ളത് ഇങ്ങനെ പേടിപ്പിച്ചിട്ട് വേണോ സ്വന്തം സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ? വേറെ എത്ര വഴികളുണ്ട് ബോധ്യപ്പെടുത്താൻ.
അതൊന്നും സ്വീകരിക്കാതെ ഇങ്ങനെ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ ആരാധന, അവരുടെ വിശ്വാസവും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതേ പടച്ചോൻ തന്നെയാണ് ഇവരൊക്കെ പഴപ്പിച്ചതെന്നും ഇവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര അടിച്ചതെന്നും ഇവരെ നേരത്തെ തന്നെ ഇവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ പഴക്കണമെന്ന് തീരുമാനിച്ച് എഴുതി വെച്ചത് എന്നും പറയുന്നതും ഇതേ കഥാപുസ്തകത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് ഇതൊക്കെ കൂടെ ചങ്ക് തൊടാതെ വിഴുങ്ങുക? നിങ്ങൾക്ക് ചങ്കിൽ കൊള്ളാത്തത് നിങ്ങൾ വിഴുങ്ങേണ്ടതില്ല എന്ന് ഇതിനകത്ത് നമ്മൾ വായിച്ചു. കഴിഞ്ഞ അധ്യായത്തിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചു. മനുഷ്യൻ്റെ ശേഷിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതൊന്നും അവനോട് നിർദ്ദേശിച്ചിട്ടില്ല എന്ന്. മനുഷ്യൻ്റെ ശേഷിക്ക് ഒരു ലവലേശം ഉൾക്കൊള്ളാൻ പറ്റാത്ത വൈരുദ്ധ്യങ്ങളാണ് നമ്മളോട് വെട്ടി വിഴുങ്ങാൻ പറയുന്നത്. ഒരിക്കൽ പറഞ്ഞതിന് നേരെ വിരുദ്ധം വേറെ പറഞ്ഞിട്ട് അത് രണ്ടും കൂടെ വിഴുങ്ങണം, വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ യുക്തിചിന്ത എന്ന് പറയുന്ന ആ ചങ്കിൽ കൂടെ കൊള്ളാത്തത് അവർ വിഴുങ്ങണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ശേഷിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് വിഴുങ്ങണം എന്ന് നിർബന്ധിക്കുകയും അത് വിഴുങ്ങാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വികൃതമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. ആ സങ്കല്പം തന്നെ ആകെപ്പാടെ വൈരുദ്ധ്യങ്ങളിൽ മുങ്ങി താണു കിടക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. 108 അള്ളാഹു അരുളും, നിങ്ങൾ അവിടെ നിന്ദ്യരായി കടക്കുക, എന്നോട് മിണ്ടിപ്പോകരുത്. എത്ര നിലവാരം കുറഞ്ഞ വർത്താനാണ് ഒരു പടച്ചോൻ പറയണത് നോക്കൂ. 109 നിശ്ചയം എൻ്റെ അടിമകളിൽ ഒരു വിഭാഗം പറയുന്നവരായിരുന്നു, രക്ഷിതാവേ ഞങ്ങൾ സത്യത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ നൽകുകയും ചെയ്യണമേ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. 110 അപ്പോൾ നിങ്ങൾ അവരെ പരിഹാസപാത്രങ്ങളാക്കി കളഞ്ഞു, എത്രത്തോളം എന്നാൽ അവർ എന്നെക്കുറിച്ചുള്ള സ്മരണ പോലും നിങ്ങൾക്ക് വിസ്മരിപ്പിച്ചു പോയി, നിങ്ങൾ അവരെക്കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. നിശ്ചയമായും ക്ഷമ കൈക്കൊണ്ടിരുന്നതിനാൽ ഇന്നേ ദിവസം അവർ വിജയികളായതിനു വേണ്ടി ഞാൻ അവർക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നു. ഇത് മക്കയിൽ മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ദരിദ്രവാസികളെ, മുഹമ്മദിനെ എതിർത്തിരുന്ന പ്രമാണിമാർ നിരന്തരമായിട്ട് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തപ്പോൾ ആ കൂടെ കൂടിയ ആളുകളുടെ അപകർഷതാബോധത്തെയും അവരുടെ സംശയങ്ങളെയും ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് പറയുന്ന ഒരു ലൊട്ടിലൊടുക്ക് കഥ മാത്രമാണ് എന്ന് വേണം ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ. 112 അള്ളാഹു ചോദിക്കും, നിങ്ങൾ ഭൂമിയിൽ എത്ര കൊല്ലം താമസിക്കുകയുണ്ടായി? അവർ പറയും, ഒരു ദിവസമോ ഒരു ദിവസത്തിൻ്റെ ഏതാനും സമയമോ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടാകും. എണ്ണം കണക്കാക്കിയവരോട് ചോദിക്കുക. 114 അവൻ പറയും, നിങ്ങൾ അല്പകാലം മാത്രമാണ് താമസിച്ചത്, നിങ്ങൾ അറിവുള്ളവരായിരുന്നെങ്കിൽ. എന്താ ഇപ്പം ഇതിനൊക്കെ ഒരർത്ഥം? 115 അപ്പോൾ നിങ്ങളെ യാതൊരു ലക്ഷ്യവുമില്ലാതെ നാം സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ ധരിച്ചിരിക്കുന്നോ? ഇവിടെ ദൈവം വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചത് വളരെ യുക്തിസഹമായ ചോദ്യമാണ്. പക്ഷേ ആ യുക്തിയൊക്കെ ചോർന്നു പോകുന്നത് എപ്പോഴാണ്? ദൈവം സൃഷ്ടിച്ചതിൻ്റെ ആവശ്യം ഇന്നതാണ് എന്ന് പറയുമ്പോഴാണ്. ആ പറയുന്നത് ഈ ചോദ്യത്തിലെ യുക്തിയുടെ ഒന്നും നാലയലത്തെത്താത്ത മറുപടിയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പട പേടിച്ച് പന്തളത്ത് പോയപ്പോൾ പന്തം കൊളുത്തിപ്പട എന്ന അനുഭവമാണ് എന്തിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചു എന്ന് വിശദീകരിക്കുന്നിടത്ത് നമ്മൾ കാണുന്നത്. ഇതൊക്കെ വെറുതെ സൃഷ്ടിച്ചതാണോ എന്ന ചോദ്യം ന്യായമാണ്. പക്ഷേ വെറുതെ ഒന്നും സൃഷ്ടിച്ചതല്ല, എനിക്കിതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, എനിക്ക് ആരാധന കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നും ആരാധനയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളതും, എന്നിട്ട് ഞാൻ നിങ്ങളാരും ആരാധിക്കാതിരിക്കാൻ വേണ്ടി ചൈത്താനം പറഞ്ഞയച്ചിട്ട് നിങ്ങളൊക്കെ വഴി വഴപ്പിച്ചിരിയാണെന്നും, അങ്ങനെ വഴി വഴപ്പിച്ച് ഞാൻ നിങ്ങളെല്ലാവരും കൂടെ പിടിച്ച് നരകത്തിൽ നിറക്കാൻ പോവുകയാണെന്നും, നരകത്തിനോട് ഞാൻ അവൻ്റെ പള്ള നിറച്ചു തരാം എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും, ഞാൻ കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറത്തില്ലാത്തവനാണ് എന്നുമൊക്കെയുള്ള പരസ്പരം റദ്ദാക്കുന്ന വിരോധാഭാസങ്ങളുടെ ഒരു ചവറ്റുകൂനയാണ് ദൈവത്തിൻ്റെ പർപ്പസായിട്ട് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഇതിനോട് വിയോജിപ്പുള്ളത്, അവിടെയാണ് എല്ലാവർക്കും വിയോജിപ്പുള്ളത്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശ്യം എന്താണ് എന്ന് വിവരിക്കുന്നിടത്താണ് മനുഷ്യന് ഏറ്റവും വലിയ മണ്ടത്തരം പറ്റിയത്. അവിടെ ദൈവത്തിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് മനുഷ്യനേക്കാൾ വൃത്തികെട്ട ഒരു സാധനമാക്കി മാറ്റുകയാണ് ചെയ്തത്. അശേഷം യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച ഒരു മഹാശക്തിയായ ദൈവത്തിന് അയാൾ സൃഷ്ടിച്ച നിസ്സാരമായൊരു മണൽത്തരിയേക്കാൾ നിസ്സാരമായിട്ടുള്ള ഒരു ഗോളമാണ് പ്രപഞ്ചത്തിൽ ഭൂമി എന്നറിയാം. ആ ഭൂമിയിൽ ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളിൽ നിസ്സാരനായിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയാം. ആ നിസ്സാരമായ മനുഷ്യജീവി തന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇതൊക്കെ പാടെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ആ ദൈവം എത്ര വലിയ അല്പനാണ്. ദൈവത്തിന് അങ്ങനെ ആരാധന ആഗ്രഹിക്കേണ്ട കാര്യം എന്താണ്? ഇത്രയും കഴിവുള്ള ഒരു ദൈവം ഇത്രയും നിസ്സാരമായൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്രയും വലിയൊരു കാര്യം ചെയ്തത് എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയുള്ളത്?
നമ്മൾ ആരാധിക്കാൻ വേണ്ടിയിട്ടാണോ പോലും മൂപ്പരെ സൃഷ്ടിച്ചത്? ഒരു ദൈവം, സർവശക്തനായ ഒരു ദൈവം ആരാധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരാണ്. ആരാധന കിട്ടിയിട്ട് ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കാനാണ് ഒരു ദൈവം? അതിനേക്കാളൊക്കെ എത്രയോ മഹത്തായിട്ടുള്ള കഴിവുകളും സിദ്ധികളും സമ്പത്തും ഉള്ള ആളല്ലേ ദൈവം. ആ ദൈവം ഈ നിസ്സാരമായ ജന്തുക്കളെ തന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പടച്ചു എന്ന് പറഞ്ഞാൽ എന്ത് യുക്തി അതിനകത്തുള്ളത്? അവിടെയാണ് പ്രശ്നം. ഇതൊക്കെ വെറുതെ ഞാൻ സൃഷ്ടിച്ചതാണോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് കരുതിയാലും കരുതിയില്ലെങ്കിലും ഇത് ആരാധന കിട്ടാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നും നരകം നിറക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നും നരകം നിറക്കലാണ് കാരുണ്യം എന്നൊക്കെ പറയുന്നിടത്താണ് പൊട്ടത്തരങ്ങൾ ഇങ്ങനെ കിനിഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള പൊട്ടത്തരങ്ങളാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നതാണ് മണ്ടത്തരം. ദൈവത്തിനൊരു ഉദ്ദേശ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂർണ്ണത എന്ന് പറയുന്ന ഗുണവിശേഷത്തിനെതിരാണ്. പരിപൂർണനായ ഒരു ദൈവത്തിന് ഒരു ഉദ്ദേശവും ഉണ്ടാവില്ല. ഉദ്ദേശത്തോടു കൂടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ദൈവമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഉദ്ദേശമൊന്നും ഇല്ലാതെ സൃഷ്ടിച്ചു എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും ദൈവത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റും. ഉദ്ദേശത്തോടു കൂടി സൃഷ്ടിച്ചു എന്ന് പറയുന്നതോടുകൂടി തന്നെ ദൈവമല്ലാതായി മാറും. അതാണ് സാമാന്യ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം. അങ്ങനെ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ സാമാന്യ യുക്തിയെ പരിഹസിക്കുകയാണ് ഈ പുസ്തകം ഉടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 116 എന്നാൽ യഥാർത്ഥ രാജാവായ അള്ളാഹു അത്യുന്നതനാകുന്നു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അവൻ ആദരണീയമായ അർശിൻ്റെ നാഥനാണ്. ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് നടക്കുകയാണ്, ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് സ്വന്തം സൃഷ്ടിയായ ഒരു നിസ്സാര ജീവിയുടെ പിന്നാലെ ഈ ദൈവം, ഇത്രയും വലിയ സൃഷ്ടി നടത്തിയ ദൈവം. 117 അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിന് വല്ലവനും ആരാധന ചെയ്താൽ അതിനവന് യാതൊരു രേഖയുമില്ല തന്നെ. അവൻ്റെ കണക്ക് നോക്കൽ രക്ഷിതാവിൻ്റെ അടുക്കൽ വെച്ചാണ്. സത്യനിഷേധികൾ വിജയം പ്രാപിക്കുകയില്ല തന്നെ. അപ്പോൾ അള്ളാഹുവിന് വേറെ ദൈവങ്ങളെ, ഏതെങ്കിലും ഒരു ചോട്ടാ ദൈവങ്ങളെ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാനുള്ള അസിസ്റ്റൻറ്റുകളായിട്ടുള്ള ദൈവങ്ങളെപ്പോലും ആരാധിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. 118 പറയുക, എൻ്റെ രക്ഷിതാവേ, നീ പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്യണമേ, നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. ഇത് പറയാണ് ആര്? ഈ കരുണ കാണിക്കേണ്ട ദൈവം പറയാണ്, നിങ്ങൾ എന്നോട് കരുണ കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് കെഞ്ചിക്കൊണ്ട് വരിയെന്നാൽ ഞാൻ കരുണ കാണിച്ചോളാം. എന്തൊരു അല്പത്തരം, എന്തൊരു മണ്ടത്തരം, എന്തൊരു വൈരുദ്ധ്യം. ഇതുപോലൊരു പുസ്തകം ലോകത്തെവിടെയും കാണിച്ചു തരാൻ പറ്റും? ഇത്രയും നിലവാരം കുറഞ്ഞ, ഇത്രയും വൈരുദ്ധ്യങ്ങളുള്ള, ഇത്രയും വഷളത്തരങ്ങൾ കുത്തി നിറച്ച ഒരു പുസ്തകം ലോകത്ത് വേറെ ഇല്ല. അങ്ങനെ ഒരു പുസ്തകം ലോകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് സമാനമായ പുസ്തകം രചിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഈ ഖുർആൻ വെല്ലുവിളിക്കുന്നത്. കാരണം തലക്ക് വെളിവുള്ള ആരും അങ്ങനെ ഒരു ഏർപ്പാടിന് മുതിരില്ല. ഒരു ചെറിയ കുട്ടിയോട് നിങ്ങളൊരു കാര്യം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞാൽ പോലും അതിൽ ഇത്രയും വഷളത്തരവും വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടാവില്ല. അതാണ് ഈ ഖുർആൻ്റെ അവസ്ഥ. ഏതായാലും ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. അടുത്ത പുതിയൊരു അധ്യായവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.